ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ജൈവോ ഓക്കെ ആയോ, പിന്നെ ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ മാറിയോ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സുഖവിവരം അന്വേഷിച്ചിട്ടുള്ള എല്ലാവരോടും ഒരുപാട് എന്താ പറയുക താങ്ക്സും സന്തോഷമൊക്കെ അറിയിക്കാനുണ്ട്. കാരണം നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മളെ ഫാമിലിയുള്ളവർ, നമ്മളെ കുടുംബത്തിലുള്ളവർ നമ്മളെ വിശേഷങ്ങൾ അന്വേഷിക്കണ പോലെ തന്നെയാണ് ഇപ്പം നിങ്ങളും പിന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളോണ്ട് തന്നെ ആയിരിക്കും. അൽഹംദുലില്ലാ ഞാനിത് എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ലെവലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ബോക്സിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് ആണ്. റിയയുടെ എപ്പിസോഡുകൾ തന്നെ കുറേ മുടങ്ങി കിടക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ഇനി മാക്സിമം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് ചെറിയൊരു ബ്രേക്കും കൂടി എനിക്ക് ഇതിൻ്റെ എടുക്കേണ്ടി വരും. കാരണം അതെന്താണെന്നുള്ളത് റീസൺ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇപ്പൊ എനിക്കൊരു വയ്യായി വന്നപ്പോഴാണ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എങ്ങനെ അതുപോലെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് പെൻഡിങ്ങിൽ വന്ന ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട നമുക്ക് ഏറ്റെടുത്ത കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ പെൻഡിങ്ങിൽ വെച്ച മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൊളാബ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാൻ പോകട്ടാ. അപ്പോൾ ഒന്ന് ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇപ്പം നല്ല ചൂടും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഇതാ പിന്നെ എന്താണ് SPF 15++++ വരുന്ന, അതായത് 3-4+ എക്സ്ട്രാ വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇതിട്ട്. അത് നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിലേക്ക് ബെസ്റ്റായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷ നേടാനൊക്കെ എപ്പോഴും SPF 15+++ ഉള്ള സൺസ്ക്രീനുകൾ നോക്കി വാങ്ങിക്കട്ടെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. അപ്പോൾ അതിൽ പെടുന്ന 2 സൺസ്ക്രീനാണിത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നല്ല ഓഫറിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 2ൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വാങ്ങിച്ചൊരു സംഭവമാണ്. കാരണം എല്ലാവർക്കും അറിയില്ല, ചിക്കൻ ബോക്സും കാര്യങ്ങളും വന്നപ്പോൾ ഇതിൻ്റെ തലയിലൊക്കെ നിറയെ രീതിയിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയൊക്കെ ഒരു കണക്കായി കിടക്കുകയാണ്. കൂടുതൽ ഇടയ്ക്ക് ഇതിൻ്റെ ശരീരം തന്നെ മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയ്ക്ക് വേണ്ടി, അതായത് മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് മാമാ എർത്തിൻ്റെ ഒനിയൻ എയർഫോൾ കണ്ടീഷണർ ഇട്ടാ. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ച് ഇതിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ മിനി മിസ്സിൻ്റെ ഈ ഒരു സ്കിൻ എന്താ ഇതില്ലേ, ഈ ഒരു സംഭവം നല്ല ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ B5 10% പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്രീമാണ് ഇതിട്ട്. അപ്പോൾ അതായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു 4 പ്രോഡക്റ്റ് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഓഫർ റേറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ റിയ എഴുതിയുന്ന ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാജലും നല്ല ഓഫർ റേറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതൊക്കെ കോംബോ ഓഫറാണ് കേട്ടോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ളൊരു ഓഫറും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും റിയയുടെ പുതിയ കൂടുതൽ എപ്പിസോഡുകളായിട്ട് നമ്മൾ അടുത്തുള്ള ദിവസങ്ങളിൽ വരാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന എല്ലാവരും തുടർന്ന് കാണുക, കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.